സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സ്കിൽസ് വേണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ, സോഫ്റ്റ് സ്കിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു കാര്യം പ്രൊഫഷണലി പ്രസൻറ്റ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും നമുക്ക് 3 തരത്തിലുള്ള പ്രസൻറ്റേഷനാണ് വരുന്നത്. അതായത് 3 പ്രൈമറി സ്കിൽസ് ആണ് ഇൻ ഗിവിങ് പ്രസൻറ്റേഷൻ. പ്രസൻറ്റ് ചെയ്യുന്നതിൽ 3 പ്രധാനപ്പെട്ട സ്കില്ലുകൾ വേണം. ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, രണ്ടാമത്തെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, മൂന്നാമത്തെ കണ്ടന്റ് ആൻഡ് ഓർഗനൈസേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സക്സസ്ഫുൾ പ്രസൻറ്റേഷന് തീർച്ചയായിട്ടും ആവശ്യം നല്ല ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ആ പറയുന്ന വ്യക്തിയുടെ വോയിസ് ടോൺ, അവരുടെ പിച്ച്, വോളിയം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചേരുമ്പോഴാണ് നല്ലൊരു ഇഫക്റ്റീവ് പ്രസൻറ്റേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അതേപോലെ ആ പ്രസൻറ്റ് ചെയ്യുന്ന ആൾ വളരെ സ്ട്രോങ് ഗ്രാമാറ്റിക്കൽ നോളജ് ഉള്ള, നല്ല ഗ്രാമറിനെ കുറിച്ചുള്ള ബോധമുള്ള ആളായിരിക്കണം, നല്ല വൊക്കാബുലറി ഉണ്ടായിരിക്കണം, നല്ല വാക്കുകളിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാൻ, അവരുടെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് സാധിക്കണം. ആൻഡ് ലോജിക്കലി ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങളെ, പദപ്രയോഗങ്ങളൊക്കെ കൊണ്ടുവരാൻ, നല്ല വൊക്കാബുലറി കൊണ്ടുവരാനൊക്കെ സാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ കുറച്ചും കൂടി അവർ അതിൽ ആ ഒരു പ്രൊഫിഷ്യൻ്റ് ആണ്, അവരുടെ ഒരു മികവ് കാണിക്കുക, കോമ്പിറ്റൻ്റ് ആയി മാറാം. അതാണ് ഫസ്റ്റ് പ്രസൻറ്റേഷൻ്റെ കാര്യം, വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് പ്രസൻറ്റ് ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലൊരു കോണ്ടന്റ് ഉണ്ടാവുക അതിൽ എന്നുള്ളതാണ് പറയുന്നത്. എന്ത് കോൺസെപ്റ്റ് എടുത്താലും അതിനെ കൃത്യമായിട്ടും ലോജിക്കലായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും അതിനൊരു ഫ്ലോ പോവാതെ തന്നെ ആളുകളിലേക്ക് എത്തിക്കുക. ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പോണൻ്റ് ആണ് അതിൻ്റെ കോണ്ടന്റ് എന്താണ് എന്നുള്ളത് നോക്കുന്നത്. ദ യൂസ് ഓഫ് സൈൻ പോസ്റ്റ് ഓർ ഡയലോഗ് മാർക്കേഴ്സ് ടു ഇൻഡിക്കേറ്റ് മൂവ്മെൻറ്റ് ബിറ്റ്വീൻ ടോപ്പിക്സ് ഇൻ ദ കോണ്ടന്റ് കോൺട്രിബ്യൂട്ട്സ് ടു ഓഡിയൻസ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിന് കൃത്യമായിട്ട് എന്ത് കാര്യത്തിനെ കുറിച്ചാണ് ആ ക്ലാസ് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു സൈൻ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡയലോഗ് മാർക്കേഴ്സ് അവിടെ കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം വരുന്നതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം അവിടെ വാക്കുകൾ കൊണ്ടല്ല, പകരം വിഷ്വൽ ക്യൂസ് ആണ് അവിടെ കൊടുക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ടെക്സ്റ്റ് കൊടുക്കുക, ആൻഡ് പിക്ചേഴ്സ് കാണിക്കുക, ഇതെല്ലാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്, കുറച്ചും കൂടി ഓഡിയൻസിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ് ആൻഡ് ഇംപ്രൂവ് ദ ഓഡിയൻസ് പെർസെപ്ഷൻ ഓഫ് ദ പ്രസൻറ്റർ. നമ്മൾ എന്താണോ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഓഡിയൻസിന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, അവരുടെ പെർസെപ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാക്കുകൾ കൂടി അല്ലാതെ പിക്ചേഴ്സായിട്ട് കാണിക്കുന്നത്. അപ്പം നോൺ വെർബൽ ക്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഐ കോണ്ടാക്ട് കൊണ്ട്, അല്ലെങ്കിൽ ഗെസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജസ് ഒക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ ഓഫ് പ്രസൻറ്റേഷനിൽ പ്രധാനമായിട്ട് വരുന്നൊരു പാർട്ടാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റേഷൻ എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യേണ്ടത്. ആദ്യത്തെ സ്റ്റേജാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓഡിയൻസിനോട് എന്തിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണ അവർക്ക് കൊടുക്കണം. അതാണ് ഇൻട്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഐഡിയ കൊടുക്കുക, നമ്മൾ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, അതിൻ്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട്, എങ്ങനെ കവർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറയാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഷുഡ് നോട്ട് എക്സീഡ് അബൌട്ട് 1/10 ഓഫ് ദ ലെങ്ത് ഓഫ് എ പ്രസൻറ്റേഷൻ. ഒരു പ്രസൻറ്റേഷൻ എത്ര സമയമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 10ൽ 1 ഭാഗം മാത്രമേ ഏതുണ്ടാവാൻ പാടുള്ളൂ, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. രണ്ടാമത് ബോഡിയാണ്. ആ ബോഡി എന്ന് പറയുന്നത് ആ പ്രസൻറ്റേഷനെ സപ്പോർട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിനെയാണ് ബോഡി എന്ന് പറയുന്നത്. അതൊരിക്കലും എന്താണ് അവോയ്ഡ് സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ വേഗ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സബ്ജക്റ്റിനെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ആളുകളിലേക്ക് എത്തിക്കുക. വളരെ ലോജിക്കലായിട്ട് അതിങ്ങനെ എല്ലാവരിലേക്ക് ഡെവലപ്പ് ചെയ്ത് അതിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതിനെ ഊന്നിക്കൊണ്ടുള്ള പോയിന്റ്സുകൾ കൊടുക്കുക. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസും വേണ്ട രീതിയിൽ അവർക്ക് കൊടുക്കുക. അതിനാണ് ബോഡി എന്ന് പറയുന്നത്. മൂന്നാമതായി പറയുന്നത് സമ്മറിയാണ്. അപ്പം നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ മെയിൻ കണ്ടന്റ് പറഞ്ഞു, അതിനെ ഒന്നുകൂടി സംക്ഷിപ്തമായിട്ട് സംഗ്രഹിച്ചു പറയുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ് ഇവിടെ സമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പറഞ്ഞിരിക്കുന്ന വിഷ്വൽ എയ്ഡ്സ് ആണ്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ പ്രസൻറ്റേഷൻ ഉള്ളത് അതിനെക്കുറിച്ച് വിഷ്വലി കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു രൂപത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവാനൊക്കെ അവിടെ സാധിക്കും.
അതിന് വേണ്ടിയിട്ട് നമ്മൾ പവർ പോയിൻറ്റോ മറ്റുള്ള പ്രസൻറ്റേഷൻ ഗ്രാഫിക് പ്രോഗ്രാംസൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ ഓർഗനൈസ് ചെയ്യേണ്ടത്. അതിന് കൃത്യമായൊരു ഇൻട്രഡക്ഷൻ ഉണ്ടാവുക, ഒരു ബോഡി ഉണ്ടായിരിക്കുക, ആൻഡ് സമ്മറി കൊടുക്കുക, വിഷ്വൽ എയ്ഡ്സ് വല്ലതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രസൻറ്റേഷൻ ടെക്നിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ടോപ്പിക്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മാക്സിമം നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏത് ടോപ്പിക്കാണ് സെലക്ട് ചെയ്തത് ആൻഡ് അത് എത്രത്തോളം പേർക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്, അവരുടെ ആ ഒരു റെസ്പോൺസ് ഒക്കെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത് അതിൽ വരുന്ന മെയിൻ ഐഡിയാസ് എന്താണോ ഉള്ളത് അതിനെ പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഒരു ഔട്ട്ലൈൻ ഫോർമാറ്റ് ഉണ്ടാക്കുക, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള മെയിൻ പോയിന്റുകൾ അവിടെ കൊടുക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് ഡെവലപ്പ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. കൃത്യമായിട്ട് ആ ഒരു ടോപ്പിക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എത്തുമ്പോൾ അത് കൺക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. ആ ടോപ്പിക് പ്രസൻറ്റ് ചെയ്യുമ്പം അത് എങ്ങനെ ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യപ്പെടണം, അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് അവർ ആ ഒരു പറയുന്ന വ്യക്തിനെ ഇത്രത്തോളം ശ്രദ്ധിച്ചിരിക്കാനുള്ള കാരണം, അതൊരു സ്റ്റോറി ആയിട്ടോ ക്വസ്റ്റ്യൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സോ കൊട്ടേഷനോ സ്റ്റാറ്റിസ്റ്റിക്സോ ഒക്കെ അവിടെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് നാലാമത്തെ പോയിന്റിൽ പറയുന്നത് പ്രാക്ടീസ് ദ സ്പീച്ച്. ഇത്രയും റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നതിൽ വന്നിട്ടുണ്ടോ വരുന്നുണ്ടോ, ഒരു പല തവണയായിട്ട് നമ്മളത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചും കൂടി ആ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മോഡുലേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക. അതിൻ്റെ വോളിയം, ഐ കോണ്ടാക്റ്റ്, ഗെസ്റ്റേഴ്സ് അതെല്ലാം നമുക്ക് എവിടെ ഏതറ്റം വരെ എത്ര വരെ കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മെയിനായിട്ട് അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് ഡെലിവറി സ്റ്റൈലാണ്. അതായത് പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്ക് എങ്ങനെയൊക്കെയാണ് അതിനെ അവർക്ക് കൺവേ ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് വേണോ, ഒരു സ്റ്റോറി രൂപത്തിൽ വേണോ, അല്ലെങ്കിൽ കുറച്ചുകൂടി തമാശയൊക്കെ കലർന്നിട്ട് ആളുകളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി, അപ്പോൾ ഏത് രീതിയിൽ, അതിനാണ് ഡെലിവറി സ്റ്റൈൽ എന്ന് പറയുന്നത്. ആ ഒരു കണ്ടന്റിനെ എങ്ങനെ ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. യൂസ് ഓഫ് ദ പോഡിയം. യൂസ് ഓഫ് ദ പോഡിയം എന്ന് പറയുന്നത്, പോഡിയം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പ്രസൻറ്റർക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ പോഡിയം. നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് മുമ്പിൽ ഒരു സ്റ്റാൻഡ് പോലെ വെക്കുന്നല്ലോ, അതിനെയാണ് പോഡിയം എന്ന് പറയുന്നത്. അതെപ്പോഴും ഫോർമൽ ആയിരിക്കും. അതേപോലെ തന്നെ മൂവിങ് എവേ എസ്റ്റാബ്ലിഷസ് എ ഫ്രണ്ട്ലിയർ ക്ലോസർ റിലേഷൻഷിപ്പ് വിത്ത് ദ ഓഡിയൻസ്. നല്ലൊരു ഓഡിയൻസുമായിട്ടൊരു റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ പോഡിയത്തിൽ നിന്ന് മാറി നിന്ന് സംസാരിക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ഇൻട്രാക്ഷൻ ഓഡിയൻസുമായിട്ട് കിട്ടുന്നതെന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ലെങ്ത് ഓഫ് ഡെലിവറി. അതായത് പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് എത്ര സമയത്തിലാണ് അത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിലത്തെ ഒരു 15 to 30 മിനിറ്റ് വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ഡിസ്കസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. എട്ടാമത്തെ പോയിന്റിൽ പറയുന്നത് കൃത്യമായിട്ട് ഐ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓഡിയൻസിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു ഐ കോണ്ടാക്റ്റ് എപ്പോഴും സ്പീക്കർ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഒൻപതാമത്തെ പോയിന്റിൽ വോയിസ് ആണ്. നല്ലൊരു സ്പീക്കിംഗ് വോയിസ് എപ്പോഴും ഒരു സ്പീക്കേഴ്സിൻ്റെ പേഴ്സണാലിറ്റീനെ കാണിക്കുന്നത്. അവരൊരു ആ സബ്ജക്റ്റിനോടുള്ള സിൻസിയാരിറ്റി, അവരുടെ ഒരു വൈറ്റാലിറ്റി ഒക്കെയാണ് അത് കൃത്യമായിട്ട് കാണിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, അതായത് ആ പറയുന്ന വോയിസിൽ അതിൻ്റെ സ്പീഡ് എത്രത്തോളം വോള്യത്തിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ്, അതിൻ്റെ പിച്ച് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് 10th പോയിന്റിൽ വളരെ കാംഫുള്ളായിട്ട് സ്പീക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാംലി വിത്ത് ആൻ ഈവൻ മോഡറേറ്റ് സ്പീഡ്. ഇടയ്ക്ക് മാത്രം സ്പീഡ് കൂട്ടി പോവുക, അതിനൊരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പ്രസൻറ്റേഷൻ സ്ലൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രധാനമായിട്ടും ട്രൈ നോട്ട് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. അപ്പോൾ അതിന് മുന്നിൽ നമ്മൾ നിൽക്കാതെ, അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ വ്യൂവിനെ ബ്ലോക്ക് ചെയ്യാത്ത രീതിയിൽ വേണം അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് സെഷനാണ്. ഇത്രയും ടോപ്പിക്ക് എല്ലാം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൺവേ ചെയ്ത ആ ടോപ്പിക്ക് എത്രത്തോളം ഓഡിയൻസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നറിയണമെങ്കിൽ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അവർക്ക് അറിയുന്നില്ലെങ്കിൽ ഡു നോട്ട് മേക്കപ്പ് ആൻ ആൻസർ. ഒരിക്കലും ഇല്ലാത്തത് അറിയാത്ത നമ്മൾ പറയാതെ ഇരിക്കാം. ആൻഡ് നമുക്ക് തെറ്റ് പറ്റുമെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുക. അത് ഇന്നബിലിറ്റി ടു ആൻസർ ആൻഡ് ഓഫർ ടു ലുക്ക് അപ്പ് ദ ഇൻഫർമേഷൻ ഫോർ ദ പേഴ്സൺ ഹു ആസ്ക്ഡ്. ആരാണോ ചോദിച്ചിരിക്കുന്ന ആ വ്യക്തിക്ക് അതിനെക്കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുകയും അറിയാത്ത നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ റെഡി ആവുകയും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രത്യേകിച്ച്
പ്രധാനമായിട്ടും പ്രസൻറ്റ് ചെയ്യുന്ന സമയത്തുള്ള ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇതൊരു എസ്സേ ക്വസ്റ്റിന് ചാൻസ് ഉള്ളതാണ്. 11 പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് നല്ലൊരു പ്രസൻറ്റേഷൻ ചെയ്യേണ്ടത്, അതിന് യൂസ് ചെയ്യേണ്ട ടെക്നിക്കുകൾ, കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക, മെയിൻ പോയിന്റുകളെല്ലാം നമ്മൾ എഴുതി തയ്യാറാക്കി ഒരു ഔട്ട്ലൈൻ പ്രസൻറ്റ് ചെയ്യുക, ആൻഡ് നല്ലൊരു ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കൊടുക്കുക ടോപ്പിക്കിന്, ആൻഡ് പ്രാക്ടീസ് ചെയ്യുക. അത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ആ ഒരു സ്പീച്ച് നമ്മൾ പരമാവധി പ്രാക്ടീസ് ചെയ്യുന്നു. അതിനുശേഷം ഏത് തരത്തിലാണ് ആ ഒരു കോണ്ടൻറ്റ് ഡെലിവർ ചെയ്യേണ്ടത്, ഡെലിവറിങ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത്, ആൻഡ് അത് പോഡിയം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ ഇൻട്രാക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കാം, ആൻഡ് എത്രത്തോളം ടൈം എടുത്തുകൊണ്ടാണ് ആ കണ്ടൻറ്റ് ഡെലിവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായൊരു ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക, നമ്മുടെ വോയിസ് മോഡുലേഷൻ കറക്റ്റ് ചെയ്യുക, ആൻഡ് സ്പീക്ക് കാംലി, ആൻഡ് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കൂടിയിട്ട് യൂസ് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ്റെ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റുകൾ ഇതിൽ ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ടൈപ്സ്. പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ പ്രധാനമായിട്ടും 3 തരത്തിലും, ആ ഒരു പ്രസൻറ്റേഷനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം അതിന് പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ ഉണ്ടായിരിക്കുക, ആൻഡ് അതിൻ്റെ ഒരു ടെക്നിക്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്